തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇവൾക്ക് എന്താണ്? അല്ല, ഈ കൂടെ കൂടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എന്തേലുമൊക്കെ പ്രത്യേകതകൾ ഉള്ളവളായിരിക്കണമല്ലോ. ഒന്നുകിൽ പണം വേണം, അല്ലെങ്കിൽ പ്രശസ്തി വേണം, അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ ജനിക്കണം. ഭാഗ്യത്തിന് ഇത് മൂന്നും അവൾക്കില്ല. ഇത് മൂന്നും അമ്മയ്ക്കുണ്ടല്ലോ. ഗുണ്ടകളോട് അടുത്ത തവണ അമ്മയെ പിടിച്ചോണ്ട് പോകാൻ പറയാം. ഇതൊക്കെ കേട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടച്ചാ. ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നന്ദിനി രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോ അതിനെ അഭിനന്ദിക്കണ്ട. അറ്റ്ലീസ്റ്റ് നീ ഒരുപാട് വേദനിച്ചോ എന്നൊരു ചോദ്യമെങ്കിലും ഉണ്ടാവുന്നോണ്ട് തെറ്റൊന്നുമില്ലല്ലോ. എനിക്ക് സൗകര്യമില്ല. ഇപ്പൊ നീ തമാശയായിട്ടൊരു കാര്യം പറഞ്ഞു, എന്നെ തട്ടിക്കൊണ്ടുപോകുന്നു. നാളെ ദേ ഇവള് ആവശ്യപ്പെട്ടാലും നീ ചിലപ്പോ അത് പ്രാക്ടിക്കലോ ആക്കും. എന്തിനാ മാഡം ഇങ്ങനൊക്കെ പറയുന്നേ? മാഡത്തിന് ആരെങ്കിലും ഉപദ്രവിക്കുന്നത് എനിക്കിഷ്ടാവുന്ന കാര്യമാണോ? ഞാൻ എങ്ങനെ ആവശ്യപ്പെടുവോ? എടി, നീ കൂടുതൽ അഭിനയിക്കല്ലേ. ഇതിനെല്ലാത്തിന്റെ പുറകില് നിന്റെ ബുദ്ധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കുടുംബത്തിൽ എന്ത് നടന്നാലും അതിന്റെ തലപ്പത്ത് നിക്കണോന്നുള്ള നിന്റെ വാശി. നോക്ക്, ഇപ്പോ വിവാഹ വാർഷികം ഗംഭീരമായിട്ട് നടന്നു. പക്ഷെ അതിനൊടുവിൽ എല്ലാരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ നീ തിരിച്ചിങ്ങോട്ട് വന്നു. നീ ജയിച്ചു. അതിനിടയിൽ കുറെ ഗുണ്ടകളും പോലീസ് സ്റ്റേഷനും. ഒരു കാര്യം ചെയ്, അച്ഛനും മോനും കൂടി ഈ വീട്ടിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ പിന്നെ കേസ് അന്വേഷിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വിളിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. വന്നിരിക്കുന്നവർക്ക് ജോലിക്കൊരു പഞ്ഞും ഉണ്ടാവില്ല. വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവളെന്നെ ചെയ്തോളൂ. തോറ്റുപോയ ഒരാളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അതിനെ മോങ്ങാനും കുറച്ച് സമയം നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ടാ ഞാൻ നാവടക്കി നിൽക്കുന്നത്. പക്ഷേ അച്ഛന്റെ ഭാര്യയുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്, നന്ദിനിക്ക് ഇന്ന് സംഭവിക്കുന്നതൊക്കെ നാളെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന. ഈ കുടുംബത്തിനെ ഉന്നം വെച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാലും നന്ദിനിയുടെ ചങ്കൂറ്റത്തോടെ ആരും അത് അതിജീവിക്കില്ല. പോകുന്ന സ്ഥലത്ത് ചത്ത് മരവിച്ച് കിടക്കത്തേ ഉള്ളൂ. നന്ദിനി താവാ. വിളിച്ചോണ്ട് പോ. ഒരു മഹാറാണിയെ പോലെ കൊണ്ടുചെന്നങ്ങ് വാഴിക്ക്. അതിനാണല്ലോ എവിടെ പോയാലും കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അച്ഛാ, തൽക്കാലം അച്ഛൻ ഈ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യും കേട്ടാ. എനിക്ക് സമയമില്ലാത്തോണ്ടാ. താമ അച്ഛൻ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തു. എന്തിനാണോ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എന്തു വേണം? ചാൻസി റാണിയെ പോലെ മിടിക്കുകയാണെന്ന് ഞാനങ്ങ് വാഴ്ത്തി പാടണോ? അത് അച്ഛനും മോനും കൂടി ധാരാളം അങ്ങ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? അല്ല, ഞാൻ സൂര്യ പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു. തോറ്റുപോയവർക്ക് വിഷമം കടിച്ചിറക്കാൻ അല്പം സമയം കൊടുക്കണമെന്ന്. ആ സമയം ഇപ്പൊ താൻ എടുത്തോ. നിങ്ങൾ എന്താ എന്നെ കളിയാക്കിയതാ? കളിയാക്കിയിട്ട് കാര്യമില്ലല്ലോ പത്മ. അത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ എന്തായാലും ഇപ്പൊ തനിക്കില്ല. താൻ പോയി കിടന്നോ. ഞാൻ വരുന്നില്ല. ഞാൻ വേറെ റൂമിൽ കിടന്നോളാം. ഓ, എനിക്കറിയില്ല. അവരെന്നെ അടച്ചുപൂട്ടിയിടുമ്പോഴും കൊല്ലാൻ തീരുമാനിക്കുമ്പോഴും ഒക്കെ സൂര്യസാറിന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ. രണ്ട് ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിച്ചു.